യുഗാദിയും പെരുന്നാളും കനിഞ്ഞില്ല. മലപ്പുറം കോട്ടക്കുന്നിലെ സന്ദർശകരുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞു. രാവിലെ നടക്കാനെത്തുന്നവർക്ക് സമയം ദീർഘിപ്പിച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ട് പ്രഭാത സവാരി കൂട്ടായ്മകൾ. മലപ്പുറം കോട്ടക്കുന്ന് പാർക്ക് ജില്ലയിൽ നിന്നും ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന ഒരു പാർക്കാണ്. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായി ഈ വർഷം സന്ദർശകരുടെ എണ്ണത്തിൽ വന്ന വലിയ കുറവ് കോട്ടക്കുന്ന് പാർക്ക് അധികൃതർക്കും അവിടുത്തെ കച്ചവടക്കാർക്കും വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ പുതിയ കുറെ റൈഡുകൾ വന്നിട്ടും മുൻവർഷങ്ങളെ അപേക്ഷിച്ച് സന്ദർശകർ പാതിയിലും കുറവാണ് ഈ സീസണിൽ എത്തിയത്. ജില്ലയുടെ പല ഭാഗങ്ങളിലും പുതിയ പാർക്കുകൾ എത്തിയത് ഒരു കാരണമാവാം. 20 രൂപ പ്രവേശന ഫീസാണ് ഇപ്പോൾ ഈടാക്കുന്നത്. കോട്ടക്കുന്നിലേക്കുള്ള റോഡുകളുടെയും മുൻഭാഗത്തെ കാർ പാർക്കിങ്ങിലേക്കുമുള്ള പ്രവേശന കവാടത്തിനടുത്ത റോഡുകളുടെയും ശോചനീയാവസ്ഥ പരിതാപകരമാണ്. ഏറെ നാളായി സന്ദർശകരുടെ ആവശ്യമാണിത്. അതേസമയം അതിരാവിലെ വ്യായാമത്തിനെത്തുന്നവർക്ക് കൂടുതൽ സമയം അനുവദിക്കണമെന്ന ആവശ്യം വീണ്ടും ഉയർന്നിട്ടുണ്ട്. പുലർച്ചെ 4 മുതൽ 8 മണി വരെയാണ് ഇപ്പോൾ അനുവദിക്കപ്പെട്ട സമയം. എന്നാൽ ഇത് 9 മണി വരെ നീട്ടണമെന്നാണ് പ്രഭാത സവാരിക്കാരുടെ ഇപ്പോഴത്തെ ആവശ്യം. 8 മണി മുതൽ ടിക്കറ്റ് എടുത്ത് മാത്രമേ പാർക്കിനുള്ളിൽ പ്രവേശിക്കാനാവൂ എന്നതാണ് ചട്ടമെന്ന് അധികൃതർ പറയുന്നു. അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞ് 10-15 മിനിറ്റുകൾക്ക് ശേഷം സുരക്ഷാ ജീവനക്കാർ ഇവിടെ നടക്കാനെത്തുന്നവരെ കർശനമായി പുറത്തിറക്കാറുണ്ട്. ഇത് പലപ്പോഴും വാക്കേറ്റങ്ങൾക്ക് കാരണമാവാറുമുണ്ട്. 5 മുതൽ 7 മണി വരെയുള്ള സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നടക്കാനെത്തുന്നത്. വൈകിയെത്തുന്ന പലരും പാർക്കിലെ പൊതുമുതലുകൾ നശിപ്പിക്കുന്നതായി മുമ്പ് സുരക്ഷാ ജീവനക്കാർ പരാതിപ്പെട്ടിരുന്നു. ഓപ്പൺ ജിമ്മിലെ പല ഉപകരണങ്ങളും കൃത്യതയോടെയല്ലാത്ത ഉപയോഗം കാരണം നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. രാവിലെ നടക്കാനെത്തുന്നവർക്ക് അംഗത്വം നൽകി എല്ലാ മാസവും അംഗത്വ ഫീ പിരിക്കണമെന്ന് മുമ്പ് നിർദ്ദേശം വന്നിരുന്നു. വരുമാനം കൂടുതൽ കണ്ടെത്തുന്നതിന് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ വീണ്ടും വരാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. കോട്ടക്കുന്ന് പ്രധാന പ്രവേശന കവാടത്തിന് പിന്നിൽ 3 മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഫുഡ് സ്ട്രീറ്റിൽ ഇതുവരെ ഒരു ഷോപ്പ് പോലും ഇനിയും തുറന്നിട്ടില്ല. പുതിയ സർക്കാർ നിലവിൽ വന്നതോടെ കോട്ടക്കുന്നിലും വലിയ മാറ്റങ്ങൾ വരുമെന്ന പ്രതീക്ഷയിലാണ് മലപ്പുറത്തുകാർ. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം.